വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോർഭൂയോർനമാമ്യഹം. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. നാലാമത് ശ്രീമദ് അധ്യാത്മരാമായണ സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ പാരായണ പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. സമസ്ത ചരാചരങ്ങളിലും അന്തര്യാമിയായി വിളങ്ങുന്ന ആ സർവേശ്വരൻ പാർത്ഥസാരഥി രൂപത്തിൽ ദർശനം തന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ വാതാലയേശനായി ഈ ക്ഷേത്രനഗരിയിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീശങ്കര ഭഗവത്പാദരുടെ രൂപത്തിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുപരമ്പര, രാമായണ രചയിതാവായ വാൽമീകി മഹർഷി അധ്യാത്മരാമായണം എഴുതി ലോകജനതയെ അനുഗ്രഹിച്ച വേദവ്യാസ ഭഗവാൻ, തുഞ്ചത്താചാര്യൻ അധ്യാത്മരാമായണം മലയാളത്തിൽ എഴുതി കൈരളിയെയും കേരളീയരെയും അനുഗ്രഹിച്ച തുഞ്ചത്ത് രാമാനുജൻ ആചാര്യൻ, എല്ലാ ആചാര്യന്മാരെയും നമസ്കരിച്ചുകൊണ്ട് പാരായണ പ്രഭാഷണങ്ങൾ ആരംഭിക്കാം. ഭഗവത്പാദങ്ങളിൽ ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ ദാനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക അനാരതമെന്നുടെ നാവ് തന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതേ സലക്ഷണം മേൽമേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നതബോധനൻ. വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ, നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും
കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്ക് ചൊല്ലാം. പാദസേവകനായ ഭക്തനാന്ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹദീപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിർദീ ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി ഇതരയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേശ്വരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നെങ്കിൽ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ടു ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിട് കൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സാധിക്കും അസന്നിഗ്ധം ഇജ്ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ. ധാത്രീന്ദ്രവീരൻ ദശരഥനു തനേനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാവതി ശ്രീപാദം വന്ദിക്കുന്നൻ.
ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പ നാരായണ. ഇന്നലെ നമ്മൾ രാമായണത്തിൻ്റെ മാഹാത്മ്യത്തെ അല്പസമയം കൊണ്ട് ഓടിച്ചു കാണാനുള്ള ഒരു എളിയ ശ്രമം നടത്തി. രാമനാമത്തിൻ്റെ മാഹാത്മ്യമാണ് രാമായണം. കാരണം രാമ ശബ്ദം കൊണ്ട് രത്നാകരന് വാൽമീകിയാകാൻ കഴിഞ്ഞു. മഹാത്മാക്കളുമായുള്ള സംഘം കൊണ്ട്. ആ കഥ ഇനി നമ്മൾ വാൽമീകിയുടെ വാക്കുകളിൽ കൂടി തന്നെ നമ്മൾ കാണും. ആത്മകഥ സൂചിപ്പിക്കുമ്പോൾ ആ രാമനാമത്തിൻ്റെ മാഹാത്മ്യം കണ്ടപ്പോൾ ബ്രഹ്മദേവന് രാമായണം വീണ്ടും എഴുതണമെന്ന് തോന്നി. അത് ശ്ലോകമായി വാൽമീകിയിൽ നിന്ന് വന്നു. ഇന്നലെ നമ്മൾ കണ്ടു. തന്നിണക്കിളികളിൽ ഒന്നിനെ കൂരമ്പെയ്തു കൊന്ന വേടനെ നോക്കി മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശശ്വതി സമാഹ യത്ക്രൗഞ്ച. അപ്പോൾ ഭാഗമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ അതേ മീറ്ററിൽ അതേ ഛന്ദസ്സിൽ രാമായണം എഴുതൂ എന്ന് ബ്രഹ്മദേവന്റെ നിർദ്ദേശം അനുസരിച്ച് വാൽമീകി രാമായണം എഴുതി. ഇന്നലെ നമ്മൾ മറ്റൊരു പ്രത്യേകത കൂടി കണ്ടത് ശ്രീരാമനും വാൽമീകിയും സമകാലീനർ അഥവാ കണ്ടംപററീസ് ആയിരുന്നു എന്നും കൂടിയാണ്. കാരണം ഒടുവിൽ നമ്മൾ കാണുന്നത് സീതാപരിത്യാഗത്തിന് ശേഷം കുശലവന്മാരുടെ ജന്മത്തിന് ശേഷം രാമായണം അവരെ പഠിപ്പിച്ചിട്ട് അവരവിടെ പോയി രാമസന്നിധിയിൽ രാമായണം പാടുമ്പോഴാണ്, ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ, ഇന്നലെയാണ് ഒരു വിവരം കിട്ടിയത്, അത് കർക്കിടമാസത്തിലായിരുന്നു എന്നുള്ളത്. നമുക്ക് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നു. ഇന്നലെയാണ് ആ വിവരം കിട്ടിയത്. ആ സംഭവം നടന്നത് കർക്കിടമാസത്തിലായിരുന്നു. അങ്ങനെ കർക്കിടമാസത്തിന്റെ പ്രാധാന്യം ഉണ്ടെന്ന് ഇന്നലെയാണ് മനസ്സിലാക്കിയത്. അങ്ങനെ രാമൻ വാൽമീകി കണ്ടംപററീസ് ആയിരുന്നു എന്നുള്ള ആ ഭാഗവും കൂടെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് രാമകഥ പ്രചരിച്ചത്. ഭാരതത്തിലുടനീളം ഏറ്റവും കൂടുതൽ ഒരു കോമൺ ത്രെഡ് എന്ന് പറയില്ലേ, ഈ എല്ലാവരെയും ഒന്നിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു കഥ ആണ് രാമകഥയും കൃഷ്ണകഥയും. മറ്റ് കഥകൾ പലയിടത്തും ലോക്കലായിട്ട് പ്രാദേശികമായിട്ടുള്ള പ്രാധാന്യമാണ് പലപ്പോഴും ഉള്ളത്. പക്ഷെ രാമകഥയ്ക്കും കൃഷ്ണകഥയ്ക്കും, രാമകഥ പഴയതായതുകൊണ്ട് നമ്മൾ അതിനെ പ്രത്യേകം സൂചിപ്പിക്കുന്നു, ഏറ്റവും കൂടുതൽ ഭാരത ജനതയെ ഒന്നിച്ചു നിർത്താനും അല്ലേ ഒരു കോമൺ ത്രെഡ് വരുമ്പോൾ എപ്പോഴും അതിൽ ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ രാമകഥയ്ക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഈ രാമായണം മാത്രമല്ല, അല്ലാതെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ രാമകഥയെ ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ രാമായണത്തിൻ്റെ പ്രാധാന്യം, അധ്യാത്മരാമായണത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഇന്നലെ കാണാൻ ശ്രമിച്ചു. ആധ്യാത്മിക വശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അധ്യാത്മം എന്നുള്ള ശബ്ദത്തെയും നമ്മൾ സൂചിപ്പിച്ചു. ശ്രീശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കണ്ടു. എന്തായിരുന്നു? പ്രത്യേകാത്മ വിഷയം അധ്യാത്മം. പ്രത്യേകാത്മം എന്ന് പറയുമ്പോൾ സകല ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം ഒരു പ്രത്യേക ശരീരത്തിൽ കൂടി പ്രതിഭാസിക്കുമ്പോൾ, പ്രകാശിക്കുമ്പോൾ, എക്സ്പ്രസ് ചെയ്യപ്പെടുമ്പോൾ, മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനെ അധ്യാത്മം എന്ന് സൂചിപ്പിക്കുന്നു. എംബോഡിയഡ് സ്പിരിറ്റ് എന്നൊക്കെയാണ് അതിനെ സാഹിബന്മാർ വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്ന സാഹിബിന്റെ ഭാഷ കൂടെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാകും ചിലർക്കെങ്കിലുമൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ തെറ്റിദ്ധരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷൊന്നും വലുതായിട്ട് അറിയില്ല. ഇങ്ങനെ ഗുരുദാസനിൽ നിന്ന് കേട്ട് പഠിച്ചത് കൂടുതൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഒരിക്കലും അതൊരു സംശയം തോന്നരുത്. അപ്പൊ എംബോഡിയഡ് സോൾ അഥവാ എംബോഡിയഡ് സ്പിരിറ്റ് എന്നാണ് ഈ ജീവനെ വിശേഷിപ്പിക്കുക. നല്ലൊരു വാക്കാണ് എന്നർത്ഥം. അത് തന്നെയാണ് ഈ പ്രത്യേകാത്മ വിഷയം അഥവാ അധ്യാത്മം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ ഞാൻ നന്നായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആരെ അറിഞ്ഞു കഴിഞ്ഞു? ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. കാരണം എന്നിൽ നിന്ന് വേറിട്ട ഒന്നല്ല ഭഗവാൻ. എന്നിൽ നിന്ന് പറയുമ്പോൾ ഈ ശരീരമനോബുദ്ധിയാദികളുമായിട്ട് ചേർന്ന് നിന്ന് 1947 ജൂലൈ 6 ജനിച്ച് ഇപ്പൊ ഗുരുവായൂർ തന്ന് താമസിക്കുന്ന എന്നെ അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നർത്ഥം അല്ലേ. ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയും കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം വരുന്നതാണ്. ഞാൻ അവിടെ ഞാൻ എന്താ സൂചിപ്പിക്കുന്നത്?
സമസ്ത ചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യം ഈ ശരീരമനോബുദ്ധ്യാദികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ വ്യത്യാസം എവിടെയാണ്? ഇന്നലെ പറഞ്ഞു, ഒന്ന് ഉപാധി രഹിതവും ഒന്ന് ഉപാധി മറന്നുപോയോ സഹിതവും. ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് രായും ഒന്ന് സായും. ഉപാധിരഹിതം ഉപാധി സഹിതം, ഇതേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഉപാധി സഹിത ചൈതന്യം അല്പവ്യാപിയായിട്ട് ഈ ശരീരമനോബുദ്ധ്യാദികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ നിൽക്കുന്നു. ഇതിനെ ജീവഭാവം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നു. വാസ്തവത്തിൽ വ്യത്യാസമുള്ളത് എവിടെ മാത്രമാണ്? ഉപാധിയിൽ മാത്രം. ഇന്നലെ വെള്ളത്തിന്റെ ഉദാഹരണമൊക്കെ നമ്മൾ കണ്ടു അല്ലേ? കുളത്തിലേക്ക് വലിയ ചെമ്പിറക്കി വെച്ചപ്പോൾ ചെമ്പിലെ വെള്ളമായി. കുളത്തിലെ വെള്ളം എന്നുള്ള സ്റ്റാറ്റസ് മാറിയിട്ട് ചെമ്പിലെ വെള്ളം എന്നായി. അതിൽ ചരുവ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴോ ചരുവത്തിലെ വെള്ളം. അതിൽ മഗ് ഇറക്കി വെച്ചപ്പം, അതിൽ കുപ്പി ഇറക്കി വെച്ചപ്പം, വാസ്തവത്തിൽ എപ്പോഴെങ്കിലും ഈ വെള്ളം പലതായിരുന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് പലതൊന്ന് തോന്നി എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കാം. ഇത് നന്നായിട്ട് ചിന്തിച്ചുറപ്പിക്കൂ എന്നർത്ഥം. ഏത്? ഒരേ ഒരു ചൈതന്യമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതാണ് എല്ലാവരുടെയും ശരീരത്തിൽ. എല്ലാവരുടെയും എന്ന് പറയുമ്പോൾ അല്ലേ, ഇന്നലെ പറഞ്ഞ വാക്കെന്താണ്? വായിച്ച ഭാഗത്ത് പറഞ്ഞതാണ്, ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി. അവിടെ ജന്തു ശബ്ദത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ജനിച്ചതൊക്കെ, ഭവിച്ചതൊക്കെ ഭൂതം, ജനിച്ചതൊക്കെ ജന്തു. വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടവരെ ഒരു നല്ല നോട്ട്ബുക്കും പേനയോ പെൻസിലോ കയ്യിൽ വെക്കണം. ഇങ്ങനെയുള്ള വാക്കുകൾ കുറിച്ചിടണം. അല്ല വെറുതെ കേട്ട് കളയാം എന്ന് വിചാരിച്ചത് സാരമില്ല എന്ന്. നന്നായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ പ്രത്യേകം പറയുന്ന വാക്ക് മുഴുവനൊന്നും എഴുതിയെടുക്കാൻ ശ്രമിക്കരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ, മുഴുവൻ എഴുതിയെടുക്കാൻ ശ്രമിക്കരുത്. ഈ വാക്ക് ജന്തു, പിന്നെ അത് എടുത്ത് നോക്കുമ്പോൾ ജന്തു എന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരണം. ഇങ്ങനെ നമുക്ക് ശരിക്കും പഠിച്ചുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പൊ ജനിച്ചതൊക്കെ, ദേഹം എടുത്തതൊക്കെ ദേഹി, ജനിച്ചതൊക്കെ ജന്തു. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഭൂമിയിലുള്ള സമസ്ത ചരാചരങ്ങളിലും ഒരേ ചൈതന്യമാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞ വാക്ക് തന്നെ പ്രധാന പ്രശ്നം. ഏത്? എനിക്ക്, ഞാൻ അറിയുന്നില്ല. അല്ലേ? ആദ്യം എന്ത് വെട്ടിക്കളയണം? അല്ലേ? ഭഗവാൻ സത്യസായി ബാബയുടെ അടുത്ത് ആരോ ഒരാൾ എഴുതി കൊടുത്തു അത്രേ, ഞാൻ എന്ന് ഭഗവാനെ കാണും. ഒരു ഇത് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു പെൻ കൊണ്ട് ആ ഐ എന്നുള്ള ഭാഗം മാത്രം വെട്ടിയിട്ട് ആ ലെറ്റർ തന്നെ തിരിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഐ ഇല്ലാതായാൽ രക്ഷപ്പെട്ടു എന്ന്. ശ്രീരാമകൃഷ്ണദേവന് ഇത് തന്നെ ചെയ്തതെന്നർത്ഥം. എനിക്കെന്ന് ഭഗവാനെ കാണാൻ സാധിക്കും, ഞാനില്ലാതാവണം എന്നാണ് ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു കൊടുത്തത്. ഞാൻ. അപ്പൊ കേട്ടയാൾ വിചാരിച്ചെന്താണ്? ഞാനെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഭഗവാനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എനിക്ക് ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ഇല്ലാതാകുകയോ? കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളിന് കാര്യം പിടികിട്ടിയത്. എന്ത്? ഭഗവാനെ കാണണമെങ്കിൽ ഞാനില്ലാതാവണം. കാരണം ഒരു ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരു പ്രത്യേക എൻറ്റിറ്റി, എന്താണ് എൻറ്റിറ്റി എന്നുള്ളതിന് പറയാം, ഒരു പ്രത്യേക അതാണെന്ന് അങ്ങോട്ട് തോന്നുക എന്നർത്ഥം. അത് തന്നെയല്ല ഇതെന്ന് ഉറപ്പിക്കാൻ നമുക്ക് പ്രയാസം വരും. എങ്ങനെ? പല ഉദാഹരണങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഒന്നിപ്പോൾ പറഞ്ഞ ഉദാഹരണം തന്നെ. ആ വെള്ളം കുപ്പിയിലായപ്പോൾ അതിലിരുന്ന വെള്ളത്തിന് എന്ത് തോന്നി? കുപ്പിയോട് ചേർന്ന് നിൽക്കുന്ന വെള്ളമാണ് ഞാൻ എന്ന് ആ വെള്ളത്തിന് എങ്ങനെ തോന്നിയോ അതുപോലെ. അല്ലെങ്കിൽ ചരുവത്തിന്, അല്ലെ, സ്റ്റീൽ ചരുവാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തിരി തിളക്കമൊക്കെ കാണുന്നത്, നല്ല തിളക്കമൊക്കെ ഉള്ള ചരുവത്തിലെ വെള്ളം. അഭിമാനം വന്നു. എന്ത്? ഈ അഭിമാനമാണ് ഈ ഞാൻ ചിന്തയ്ക്ക് നമ്മെ പ്രേരിക്കും. ഇതുപോലെ ശരീരത്തോട് ചേർന്ന് നിൽക്കും. ഇത്തിരി സൗന്ദര്യമായിട്ടൊന്നൊക്കെ ഉള്ളിൽ തോന്നിയാൽ പിന്നെ പറയാനും ഇല്ല എന്നർത്ഥം. അല്ലേ? മിസ് വേൾഡ്, ഈ മിസ് വേൾഡൊക്കെ എന്തുകൊണ്ടാണ് നിൽക്കുന്നത് മിസ്സായിട്ട്? മിസ് ചെയ്യാത്ത ഒന്നുള്ളിലുള്ളത് കൊണ്ടാണ് മിസ് വേൾഡായിട്ട് നിൽക്കുന്നത്. എന്താണ്? ഒരിക്കലും അണയാത്ത ദീപമായിട്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലേ, യഥാദീപോ നിവാതസ്ഥഃ,
കാറ്റില്ലാത്ത സ്ഥലത്തെ ഒരു ദീപനാളം എങ്ങനെയാണോ ജ്വലിച്ചു നിൽക്കുന്നത്, എഴുത്തച്ഛന്റെ വാക്കും നമ്മൾ കണ്ടു അല്ലേ? കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ. അതുകൊണ്ടാണ് എല്ലാ മിസ്സസും മിസ്റ്ററും മിസ്സും ഒക്കെ നിലനിൽക്കുന്നത്. ഇത് ഉറച്ചു കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇതാണ് പരമമായ അറിവ്. ഈ പരമമായ സത്യം ഇല്ല, ഇന്നലെ നമ്മൾ പലതും പറഞ്ഞു. ഹരിനാമകീർത്തനത്തിലേത് ഒന്നായ നിന്നെ, നാരായണീയത്തിലെ സാന്ദ്രാനന്ദാവബോധാത്മകം, ഭാഗവതത്തിലെ പരമമായ സത്യം, ഇതെല്ലാം ഒരേ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി. ആ ചൈതന്യം തന്നെയാണ് ഇപ്പോൾ ഈ ശരീരമനോബുദ്ധിയാദികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിൽ നിൽക്കുന്നു. ഇത് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചോളൂ. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളം ചേർക്കാതെ മറന്നുപോയി അതൊക്കെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഓരോ കൊല്ലവും ഈ യജ്ഞം വേണ്ടി വരുന്നത് എന്നാണ്. 3 നേരം വെള്ളം ചേർക്കാതെ കഴിക്കണം ഈ മരുന്നെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്ത്? സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. അതേ ചൈതന്യമാണ് ഈ ശരീരമനോധ്യാദികളെ ഇപ്പോൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അത് തന്നെയാണ് സമസ്ത ശരീരങ്ങളിലും. ഈ 3 മന്ത്രം, 3 മരുന്ന്. ഈ ബിപിയും കീപ്പിയും ഒക്കെ വരുമ്പോൾ ഒരുപാട് മരുന്നുകൾ കഴിക്കില്ലേ? അതിനൊക്കെ നല്ലൊരു മരുന്നാണിത്. 3 നേരവും വെള്ളം ചേർക്കാതെ കഴിക്കൂ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, ആഹാരത്തിന് മുമ്പ്. ആഹാരം കഴിഞ്ഞാൽ ശരിയാകില്ല. മനസ്സിലായില്ലേ മരുന്നിന്റെ പേര്? സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ട് പരമമായിട്ട് ഉള്ളത്. അതേ ചൈതന്യമാണ് ഈ ശരീരമനോധ്യാദികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത്. അതുതന്നെയാണ് സമസ്ത ശരീരങ്ങളെയും എൻലിവൻ ചെയ്യുന്നത്, എനർജൈസ് ചെയ്യുന്നത്. ഹരിയോമാ ഹരിയോ ഹരിയോ. ഈ 3 മന്ത്രം മറക്കാതെ അങ്ങോട്ട് ജപിച്ച് ഉറപ്പിക്കൂ. ഇതൊന്ന് ഉറച്ചു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ രാമായണവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബോധത്തോടു കൂടിയാണ് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അല്ലെ ഭഗവാനെയൊക്കെ നമസ്കരിച്ച്. പിന്നെ ആദ്യം നമ്മൾ കാണുന്നത് ഇഷ്ടദേവത വന്ദനം. ആദ്യം വിഘ്നേശ്വരനെ നമസ്കരിക്കണമല്ലോ എല്ലാറ്റിനും അല്ലെ. ആദ്യം വിഘ്നേശ്വരനെ നമസ്കരിച്ചു. എന്ത്? വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആരാണ് ഈ വാരണമുഖൻ? വാരണം എന്ന് പറഞ്ഞാൽ ആന, ആനയുടെ മുഖമുള്ളവൻ. മമ പ്രാരബ്ധ വിഘ്നങ്ങളെ, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കൂ. എന്താണ് പ്രാരബ്ധം എന്ന് പറയുന്നത്? സാധാരണ മലയാളത്തിൽ അർത്ഥമാക്കാറുള്ളത് കഷ്ടപ്പാടുകൾക്കാണ് പ്രാരബ്ധം. അവനിപ്പോൾ വലിയ പ്രാരബ്ധം, മൂത്തവന് വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്തിരിയൊക്കെ പൈസയൊക്കെ അല്ലാതൊക്കെ കിട്ടുന്നതുകൊണ്ട്, കിട്ടുന്നതുകൊണ്ട് അവന് വലിയ കുഴപ്പമില്ല. രണ്ടാമന് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് വലിയ പ്രാരബ്ധമാണ്. 3-4 പിള്ളേരും ഒക്കെ ഉണ്ട്, അവൾക്കാണെങ്കിൽ എപ്പോഴും അസുഖമാണ്. ഇതാണ് സാധാരണ മലയാളത്തിൽ നമ്മൾ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന പ്രാരബ്ധം. ശാസ്ത്രത്തിൽ അത് ശരിയല്ല. ശാസ്ത്രഭാഷയിൽ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ആരബ്ധം എന്നാണ്. ആരബ്ധം എന്നുള്ള വാക്കിന് വന്നു ചേർന്നത് എന്നർത്ഥം. അപ്പോൾ പ്രകർഷേണ എന്താണ് അതിനുള്ള പ്രകർഷണത്വം? നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ നമുക്ക് അനുഭവമായിട്ട്. എത്രയോ ഇടത്ത് നമ്മൾ കാണുന്നുണ്ട്, കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിന് കാരണം, സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. ഇതൊക്കെ ജപിച്ച് പഠിക്കുന്നത് നമ്മൾ ഈ തത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കീഴിൽ ചെയ്ത ശുഭ അശുഭ കർമ്മങ്ങളാണ് ഇപ്പോൾ സുഖദുഃഖങ്ങളായിട്ട് നമുക്ക് രോഗമായിട്ടും അല്ലാതെയൊക്കെ വരുന്നത്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതേ. അസുഖം വരുമ്പോഴൊക്കെ ആണല്ലോ നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വീട്ടിലെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. സുഖവും സന്തോഷം മാത്രമായിരിക്കും ഇതൊന്നും
ആലോചിക്കാറില്ല എന്നർത്ഥം. വ്യാധിരൂപേണ അനുഭവങ്ങൾ മുഴുവൻ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അതിന് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. വലിയൊരു തത്വം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെയധികം പ്രസക്തമായ ഒരു വിഷയമാണത്. നിങ്ങോട്ട് കാണും, നമ്മൾ രാമായണത്തിൽ തന്നെ കാണും. ഗുഹനോട് ലക്ഷ്മണൻ ഉപദേശിക്കുന്ന ഒരു ഭാഗത്ത് പറയും, കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രേ കസ്യ സുഖസ്യ വാ ഹേതു കോപി സഹേ. ആരാരുടെ സുഖത്തിന് കാരണമാകുന്നു, ആരാരുടെ ദുഃഖത്തിന് കാരണമാകുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരും ആരുടെയും സുഖദുഃഖങ്ങൾക്കൊന്നും കാരണമാകുന്നില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? അടുത്ത ഇതിൽ പച്ച മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്ത്? പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. പൂർവജന്മ ആർജിത കർമ്മം അത്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാത്രമാണ് എന്ത്? സർവലോകർക്കും, അല്ലെ? ഗുരുവായൂരുകാർക്ക് മാത്രമല്ല, പിന്നെ ലോകത്തുള്ള സകല ജനങ്ങൾക്കും സകല ജീവികൾക്കും, നേരത്തെ പറഞ്ഞ ഭാഷ തന്നെ, ജന്തുക്കൾക്കും, അതായത് ജന്മം എടുത്തിട്ടുള്ള ദേഹം എടുത്തിട്ടുള്ള സകലതർക്കും അവിടെ യാതൊരു ഒഴിവാക്കലുമില്ല, അല്ലെ? എക്സെപ്ഷൻ, അല്ലെ? ഒരു പ്രത്യേക കാറ്റഗറിക്കാണെങ്കിൽ അത് അങ്ങനെ ഒന്നുമില്ല എന്നർത്ഥം. സകല ഭൂമിയിലുള്ള സകല ജീവികൾക്കും ദേഹികൾക്കും ഇത് ബാധകമാണ് ഈ നിയമം. അപ്പൊ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രാരബ്ധത്തിൽ നിന്നാണ് തുടങ്ങിയത്, അത് വിട്ടുപോകരുത് എന്നർത്ഥം, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ പറയുന്ന ആൾ ഓർക്കുകയില്ല, കേൾക്കുന്നവർ ഓർക്കുകയില്ല ഇത് എവിടുന്നാണ് തുടങ്ങിയത് എന്നർത്ഥം. ലിങ്ക് വിട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക എന്നർത്ഥം, അല്ലേ? അപ്പോൾ കർമ്മങ്ങൾ അത് മനസ്സിലായല്ലോ, ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് ഇപ്പോഴത്തെ. ഇതിനെയാണ് ദൈവം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുകയാണ് എന്നർത്ഥം. പലപ്പോഴും പല ആളുകളുടെ ദൈവനിശ്ചയം, ദൈവ അനുഗ്രഹം ശാസ്ത്രദൃഷ്ടിയിൽ മറ്റു പല സംഹിതകളും ഈ ദൈവവും ഈശ്വരൻ ഭഗവാൻ ഇതിനെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ശാസ്ത്രം ദൈവം എന്നുള്ള വാക്കിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ മനസ്സിലായി പ്രത്യേകിച്ച് കാണുന്നുണ്ട്. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നേരത്തെ ഉള്ള കർമ്മങ്ങളെ കൊണ്ട് ഇപ്പോൾ വരാനുള്ള അനുഭവങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പ്ലാൻ എന്നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെയാണ് ദൈവം എന്ന്. അപ്പൊ അവിടെ ദൈവാനുഗ്രഹം, വിധി എന്നൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ അർത്ഥമാണ് എന്നർത്ഥം. ആശയം വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാം കൂടെ ആകത്തുകയാണ് നമ്മൾ വിധി, ദൈവം ഒക്കെ ഉള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനെ അത്ര മനസ്സിലായല്ലോ. ചിന്തിച്ചോളൂ. വൈകിട്ട് 6 മുതൽ 6:30 വരെ ചോദ്യോത്തര സമയമുണ്ട്. ചോദിച്ചോളൂ സംശയങ്ങളുള്ളവർക്ക്, ഇല്ല എഴുതി വെച്ചോളും സംശയമുള്ളത്. അപ്പൊ ആ കർമ്മങ്ങളുടെ ആകത്തുകയെ ശാസ്ത്രം 3ആയിട്ട് സൂചിപ്പിക്കുന്നു: സഞ്ചിതം, പ്രാരബ്ധം, ആഗം. നേരത്തെ പറഞ്ഞ കടലാസും പെൻസിലൊക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കാനൊക്കെ ഉള്ളൂ. എന്താണെന്ന് എഴുതാൻ പാടില്ല, വാക്കുകൾ മാത്രം എഴുതണം. എന്നിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് നോട്ട്സ് എഴുതി. ഇതാണ് പഠിക്കാനുള്ള ഒരു സംവിധാനം. സഞ്ചിതം, പ്രാരബ്ധം, ആഗമം. സഞ്ചിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകത്തുകയാണ് എല്ലാം കൂടെ. സഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, വാനിറ്റി ബാഗ് എന്നൊക്കെ പറയില്ലേ, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? കിട്ടുന്നതൊക്കെ ഇടാനും കൊണ്ടുപോകാനുള്ളതൊക്കെ ഇടാനും, അല്ലേ? ഒരു ചെറിയൊരു പേഴ്സ്, അതിനകത്ത് കുറച്ച് ചില്ലറ. എന്തിനാ? അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഓരോ പെട്ടിയിലും ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലറ, പിന്നെ അത്യാവശ്യം ഒരു അഡ്രസ്സുള്ള കാർഡ്, പിന്നെ ഒരു ചെറിയൊരു ഡോട്ട് പെൻ, ഇതെല്ലാം കൂടെ ഇടുകയല്ലേ ബാഗ്. ഇങ്ങനെ വേണ്ടതൊക്കെ സമ്പാദിച്ചു വെക്കുന്നതിനെയാണ് സഞ്ചി എന്ന് പറയുന്നത്. സഞ്ചിത നിക്ഷേപം കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ സഞ്ചിതം എന്ന വാക്കുകൊണ്ട് എന്താ സൂചിപ്പിക്കുന്നത്? നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ സഞ്ചിയിൽ ഇരിക്കുന്നതും എല്ലാം കൂടെ ഉള്ളതിനെ സഞ്ചിതം എന്ന് പറയുന്നു. അതിൽ നിന്ന് ഇപ്പോൾ അനുഭവിക്കാൻ പാകമായി മെച്ചുവറായ കർമ്മങ്ങളെയാണ് പ്രാരബ്ധം എന്ന് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം പറയണമെങ്കിൽ, അപ്പത്തിന് മാവരച്ചു വെച്ചു, എന്നിട്ട് നാളെ എടുക്കാനുള്ളത് ഇന്ന് വെളിയിൽ വെച്ചു, മറ്റന്നാളത്തേക്കുള്ളത് അപ്പോഴേ ഫ്രിഡ്ജിലും വെച്ചു. എളുപ്പം മനസ്സിലാവും. നമ്മുടെ ഇവിടെ ഇങ്ങനെ കാണാറുള്ളതുണ്ടാവും എളുപ്പം ഈ ഉദാഹരണം. അപ്പൊ നാളെ എടുക്കാനായിട്ട് ഇന്ന് വെളിയിൽ വെച്ചിട്ട് നാളെ എടുക്കുന്നതാണ് പ്രാരബ്ധം.
ഫ്രിഡ്ജ് വെച്ചിട്ട് മറ്റന്നാൾ എടുക്കുന്നതാണ് സഞ്ചിതം. മുഴുവനും കൂടെ ഉള്ളതിനെ സഞ്ചിതം. അതിൽ നിന്ന് ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കുറേ പൈസയുണ്ട്, പല ഇതായിട്ട് ബ്രേക്ക് ചെയ്ത്, ഇപ്പോൾ പലരും അങ്ങനെയൊക്കെയാണല്ലോ ഇടുക എന്ന്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കൊണ്ടിട്ടു, പല ഡേറ്റിലായിട്ട്, കുറച്ച് ഭാര്യയുടെ പേരിൽ, കുറച്ച് മക്കളുടെ പേരിൽ ഒക്കെ ആയിട്ട് ഇട്ടു. സ്വിസ് ബാങ്കിലും ഒക്കെ ആവാം. ഇന്നലെ കണ്ടു കണക്കൊക്കെ വന്നിട്ടുണ്ട്, സ്വിസ് ബാങ്കിലെ കണക്ക്. അല്ലേ? ഇത് പല ഡേറ്റിൽ ഒരു വർഷത്തേക്ക് ഇട്ടാൽ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കുമോ മെച്യൂർ ചെയ്യുന്നത്? അല്ലല്ലോ, നമുക്കൊക്കെ അറിയാം അല്ലേ? ഒരു വർഷത്തെ കാലാവധിക്ക് 4 മാസത്തെ ഇടവേളകളിലാണ് പൈസ ഇട്ടതെങ്കിൽ മെച്യൂർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ അപ്പോഴപ്പോഴും മെച്യൂർ ആകുന്നതിനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ജന്മത്തിൽ ജനനം മുതൽ മരണം വരെ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ ആകത്തുകയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്.